സകലമാന കേരളത്തിൽ വിശദമായി കടക്കുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഈ ഹെഡ്ലൈനിൽ തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ന്യൂസ് 18ന്റെ ഒരു ഇമ്പാക്റ്റ് ആയ വാർത്തയെക്കുറിച്ചാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. ഹരിത തീർത്ഥം പദ്ധതിക്ക് ന്യൂസ് 18യിലൂടെ പുതുജീവൻ വെക്കുകയാണ്. വലിയ പാറമടകളിലെ ജലം കാർഷിക ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന പദ്ധതി നടപ്പാക്കി തുടങ്ങി. പദ്ധതിയിലെ പോരായ്മകൾ കാരണം കൊട്ടാരക്കര കരീപ്ര ഇളവുകോടുള്ള കർഷകർ നേരിടുന്ന ദുരിതം ന്യൂസ് 18 കേരളത്തിലെ ഞാനുണ്ടിവിടെ ചോദിക്കാൻ എന്ന പരിപാടിയിലൂടെയാണ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വെള്ളം ഇപ്പൊ അതുണ്ടായി ബന്ധപ്പെടുമ്പോൾ ഇനി അങ്ങനെ ഒരു വിഷയം വരാത്ത തരത്തിൽ ഈ വെള്ളം ഏലയിൽ എത്തിക്കാനുള്ള സംവിധാനം, എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ തന്നെ പെട്ടെന്ന് തന്നെ അത് പരിഹരിച്ചിട്ട് വെള്ളം എത്തിച്ച് പോകുന്നതിൽ നമ്മുടെ അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാകും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും നമ്മുടെ കർഷകർ സന്തോഷത്തിലാണ്, കൃഷിക്കാരും ഒക്കെ നാട്ടുകാരും ഒക്കെ സന്തോഷത്തിലാണ്. നമ്മൾ ഈ ന്യൂസ് ചാനലിനെ വിളിക്കുകയും അതൊരു വാർത്തയാക്കി നമ്മുടെ ഈ പ്രദേശത്തെ കൃഷിക്കാരെ സഹായിക്കണമെന്ന് പറഞ്ഞ ആ വാർത്ത വന്നതിന് പ്രകാരം ആ വാർത്ത നമ്മുടെ മിനിസ്റ്റർ MLA ഭാഗത്ത് എത്തിപ്പെടുകയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം എന്ന രീതിയിൽ പമ്പിങ് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം കൃഷിക്കാരെല്ലാം നല്ല സന്തോഷത്തിലാണ്. വിനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. വിനീഷ്, ന്യൂസ് 18 കേരളത്തെ സംബന്ധിച്ചും വിനീഷിന് വ്യക്തിപരമായും ഏറെ അഭിമാനിക്കാവുന്ന, സന്തോഷിക്കാവുന്ന ഒരു വാർത്തയാണിത്. കാരണം കർഷകരുടെ വലിയൊരു ദുരിതമാണ് നമ്മൾ ന്യൂസ് 18 കേരളം ഞാനുണ്ടിവിടെ ചോദിക്കാൻ എന്ന പരിപാടിയിലൂടെ അധികൃതർക്ക് മുന്നിലേക്ക് വെച്ചതും. എന്തായാലും അതിന് ഒരു പരിഹാരമുണ്ടായി, ആ പദ്ധതി നടപ്പാക്കി തുടങ്ങി എന്നുള്ള വലിയ സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ഈ പ്രതികരണങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കർഷകരെല്ലാം വളരെ സന്തോഷത്തിലാണ് ഈ പദ്ധതി നടപ്പായി തുടങ്ങിയതിലൂടെ. പ്രത്യേകിച്ച് ഈ വേനൽക്കാലമാണ്, ജലദൗർലഭ്യം ഒരുപാട് നേരിടുന്ന സമയമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ ആശ്വാസകരമായി അവരുടെ കാർഷിക ആവശ്യത്തിന് വെള്ളം ലഭിക്കുക, അതിന് ന്യൂസ് 18 കേരളം ഒരു വഴി തുറക്കുക എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്, അല്ലേ വിനീഷ്? തീർച്ചയായും സംസ്ഥാന സർക്കാരിൻ്റെ അതിബൃഹത്തായ ഒരു പദ്ധതിയായിരുന്നു ഹരിതതീർത്ഥം എന്ന പദ്ധതി. ഇത് കൊല്ലം ജില്ലയിലെ കരീപ്ര ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ഉളകോടാണ് ഈ പദ്ധതി ആദ്യം തന്നെ തുടക്കം കുറിച്ചത്. ഏകദേശം ഒരു 5 മാസമാവുന്നു ഈ പദ്ധതിക്ക് ഇവിടെ തുടക്കം കുറിച്ചത്. ധനമന്ത്രി KN ബാലഗോപാലാണ് ഈ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. 5 മാസം നീണ്ട ഒരു കാലയളവിൽ തന്നെ ഈ പദ്ധതി വലിയ രീതിയിൽ ഗുണകരമായില്ല എന്നുള്ള വലിയൊരു ആക്ഷേപമായിരുന്നു തുടക്കം തന്നെ ഉയർന്നു വന്നത്. കാരണം ഈ കടുത്ത വേനൽ ആയതോടുകൂടി നമുക്കറിയാം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലായിട്ട് വലിയ രീതിയിലുള്ള വേനൽ വരൾച്ച ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് ഈ കർഷകർക്ക് വലിയ രീതിയിൽ ഈ ഒരു പദ്ധതി കൊണ്ട് വലിയ ഗുണം ചെയ്തില്ല എന്നാണ് നമുക്കിപ്പോൾ ആ സമയത്ത് ഉയർന്നു വന്നൊരു ആക്ഷേപം. കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുക എന്നുള്ള വലിയൊരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഈ ഒരു പദ്ധതിക്ക് തന്നെ തുടക്കം കുറിച്ചത്. അതായത് ഒരു 20 ഏക്കറോളം ഭൂവിസ്തൃതിയിലുള്ള ഉപേക്ഷിക്കപ്പെട്ട പാറക്കുളത്തിൽ നിന്നും പമ്പ് സെറ്റ് ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് സമീപത്തെ തോടുകളിലൂടെ കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കുന്ന അതിബൃഹത്തായ ഒരു പദ്ധതിക്കായിരുന്നു തുടക്കം കുറിച്ചത്. പക്ഷേ ഇത് വേണ്ട വിധത്തിൽ പ്രയോജനം ചെയ്തില്ല എന്നുള്ള ഒരു ആക്ഷേപം ഉയർന്നു വന്നതിനെ തുടർന്നാണ് ന്യൂസ് 18 കേരളം ഇവിടെ എത്തുകയും ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന പ്രോഗ്രാമിൽ നമ്മൾ ഈ ഒരു വിഷയം അവതരിപ്പിക്കുകയും ചെയ്തത്. തുടർന്നാണ് ഇത് വലിയ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായി. നമ്മൾ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തതിനോടൊപ്പം തന്നെ ഈ ഒരു പദ്ധതിക്ക് ഒരു അധികൃതരുടെ ഭാഗത്തു നിന്നൊരു ഇടപെടലുണ്ടായി. പെട്ടെന്ന് തന്നെ കാര്യക്ഷമമായിട്ട് ഇവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഒരു വാർത്ത നമുക്ക് എത്തിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ പ്രചാരണ വാഹനം തടഞ്ഞു നിർത്തി പ്രതിഷേധം. ഇന്നലെ രാത്രി മണ്ണന്തലയിലാണ് വാഹനം തടഞ്ഞത്. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളുടെ തുടർച്ചയാണ് സംഭവം. മുൻ MLA MA വാഹിദാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം. ശശി തരൂരിനെ പിടിച്ചു തള്ളിയതായും ആരോപണമുണ്ട്. ശശി തരൂർ മടങ്ങിയതിന് പിന്നാലെ കൂട്ടത്തല്ലുമുണ്ടായി. ഇനി നമ്മൾ സംസ്ഥാനത്തെ തന്നെ ഒരു മുതിർന്ന വോട്ടറെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ ആവേശത്തിലും ഓർമ്മയിലുമാണ് പത്തനംതിട്ടയിലെ മുതിർന്ന വോട്ടറായ ചന്ദനപ്പള്ളി സ്വദേശി ശോശാമ്മ സക്രിയ. 102 വയസ്സിലെ വിശ്രമ ജീവിതത്തിലും കൃത്യമായ രാഷ്ട്രീയവും ശോശാമ്മയ്ക്കുണ്ട്. പത്തനംതിട്ട മണ്ഡലത്തിലെ മുതിർന്ന വോട്ടറാണ് ശോശാമ്മ സക്രിയ. പ്രായം 102 കഴിഞ്ഞെങ്കിലും തിരഞ്ഞെടുപ്പ് ആവേശത്തിന് ഒട്ടും കുറവില്ല. 20-ാം വയസ്സിലാണ് ശോശാമ്മ ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത്. അന്നു മുതൽ ഇന്നുവരെയുള്ള എല്ലാ തിരഞ്ഞെടുപ്പിലും മുടങ്ങാതെ വോട്ട് ചെയ്യുന്നുമുണ്ട്. കൃത്യമായ രാഷ്ട്രീയവുമുണ്ട്.
ഈ സീനിയർ വോട്ടർ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യുന്നത്. സത്യത്തിൽ ചെയ്യാനുള്ള കഴിവുണ്ട്, അന്ന് ചെയ്യും. ഇപ്പം പിന്നെ എങ്ങനോ ആരോ പറയുന്ന എന്ന് ഓർമ്മയില്ല. ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത്? ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത്? കോൺഗ്രസിന് ചെയ്തു. കോൺഗ്രസിന് വോട്ട് ചെയ്യും. രാഷ്ട്രീയ നേതാക്കളിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയാണ് ഇഷ്ടം. ഉമ്മൻചാണ്ടിയുടെ വിയോഗം വേദനിപ്പിച്ചു. അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു. അയാളെ ചത്തപ്പം വിഷമം കാണും, നല്ല സങ്കടമാണ്. പോയല്ലോ എന്നുള്ളൊരു വിഷമം. പ്രായത്തിന്റെ അവശതകൾ ഉണ്ടെങ്കിലും കാര്യമായ അസുഖങ്ങൾ ഒന്നുമില്ലെന്ന് മക്കൾ പറയുന്നു. അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. ഇത്രയും അസുഖമാണെങ്കിൽ അമ്മ കൈ എങ്ങാണ്ടൊന്ന് ഒടിഞ്ഞപ്പോൾ ഒരു 10 ദിവസം എങ്ങാണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് എൻ്റെ ഓർമ്മയിൽ. പിന്നെ ഈ കണ്ണ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് പരിമലയിൽ 5 ദിവസം ആകാണ്ട്. ഇത്രയല്ലാതെ ആശുപത്രിക്ക് പോയിട്ടേ ഇല്ല. കൊച്ചുമക്കളോടൊപ്പം ക്രിക്കറ്റ് കാണുന്നതാണ് ഏറെ ഇഷ്ടം. 8 പതിറ്റാണ്ട് വോട്ട് ചെയ്ത ശോശാമയെ മുൻ ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ നേരിട്ടെത്തി അനുമോദിച്ചിരുന്നു. UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി നേരിട്ടെത്തി വോട്ട് അഭ്യർത്ഥിക്കുകയും പൊന്നാട അണിയിക്കുകയും ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട. വീണ്ടും ന്യൂസ് 18ന്റെ ഒരു ഇമ്പാക്ട് വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഗുണ്ടാ തലവൻ പെരുമ്പാവൂർ അനസിനെതിരെ കേസെടുത്ത് പോലീസ്. വ്യാജ പാസ്പോർട്ടിൽ വിദേശത്തേക്ക് കടന്നതിനാൽ എറണാകുളം സൗത്ത് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഗുണ്ടാ നേതാവ് ഔറംഗസേബിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. കൊച്ചി ACPയുടെ നേതൃത്വത്തിലാണ് ഔറംഗസേബിനെ ചോദ്യം ചെയ്തത്. അനസിന്റെ വിദേശ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ ഔറംഗസേബിൽ നിന്നും ചോദിച്ചറിഞ്ഞു. പെരുമ്പാവൂർ അനസിനെതിരായ കൊച്ചി പോലീസ് അന്വേഷണം ബംഗളൂരുവിലേക്കും നീങ്ങുകയാണ്. വ്യാജരേഖകളിലൂടെ അനസിന് പാസ്പോർട്ട് നൽകിയ ബംഗളൂരുവിലെ ഏജൻസിയിലേക്കും അന്വേഷണം നീളുന്നു. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ വെച്ച് നടപ്പാക്കിയ കൊട്ടേഷൻ പ്രവർത്തനങ്ങളും അന്വേഷിക്കാൻ സാധ്യത. ഔറംഗസേബിൽ നിന്ന് ഇത് സംബന്ധിച്ച നിർണായക വിവരങ്ങളും പോലീസ് ചോദിച്ചറിഞ്ഞതായാണ് സൂചന. പൂരവും പൂരപ്പറമ്പും സൃഷ്ടിച്ച് കുട്ടിക്കൂട്ടം വൈറലാകുന്നു. പാലക്കാട് പെരുമുടിയൂർ ചീതപ്പുറം പ്രദേശത്തെ കുട്ടികളാണ് ക്രിയാത്മകമായി പൂരാവേശം സൃഷ്ടിച്ചത്. ഇണക്കാളകളും വാദ്യമേളവും വെടിക്കെട്ടുമായി നടന്ന കുട്ടിപ്പൂരം നാട്ടുകാർക്കും കൗതുകമായി. ചീതപ്പുറം പ്രദേശത്തെ കുട്ടിക്കൂട്ടം ഒരുക്കിയ പൂരാഘോഷമാണ് ശ്രദ്ധേയമാകുന്നത്. പൂരങ്ങളുടെ കാലമായതിനാൽ കുട്ടികളുടെ മനസ്സിൽ നിറയുന്ന പൂരാവേശമാണ് ഇവർ ക്രിയാത്മകമായി സൃഷ്ടിച്ചത്. കടലാസിലും മറ്റും തയ്യാറാക്കിയ ഇണക്കാളകൾ, വാദ്യമേളം, കരിമരുന്ന് പ്രയോഗം അടക്കം കുട്ടികളുടെ പ്രയത്നത്തിലും ഭാവനയിലും സൃഷ്ടിച്ചു. കുട്ടികൾക്ക് പിന്തുണയുമായി മുതിർന്നവരും കൂടിയതോടെ പ്രദേശം ചെറിയ പൂരപ്പറമ്പിന്റെ പ്രതീതി സൃഷ്ടിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. ഇനി നമ്മൾ പോകുന്നതും മറ്റൊരു പൂരക്കാഴ്ചയിലേക്ക് തന്നെയാണ്. പാലക്കാട് കൊപ്പം പുലാശ്ശേരി കാലടി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ പാട്ട് താലപ്പൊലി ആഘോഷിച്ചു. വിശേഷാൽ പൂജകളും തുടർന്ന് താലപ്പൊലി കൊട്ടിയിറക്കൽ, വൈകുന്നേരം വിവിധ കമ്മിറ്റികളുടെ ആഘോഷവരവ് എന്നിവ നടന്നു. രാത്രി തായമ്പക, മേളത്തോടുകൂടി പുറത്തേക്കെഴുന്നള്ളിപ്പ്, താലം നിരത്തൽ, വെളിച്ചപ്പാടിന്റെ നൃത്തം തുടങ്ങിയ ചടങ്ങുകളും ഉണ്ടായിരുന്നു. വർണ്ണക്കാഴ്ചകളുമായി പാലക്കാട് മുളയൻകാവ് ഭഗവത് ക്ഷേത്രത്തിൽ ഇടപ്പൂരം ആഘോഷിച്ചു. പരിയാനംപറ്റത്തറ ദേശത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഇക്കൊല്ലത്തെ ദേശപൂരം നടന്നത്. പഞ്ചവാദ്യം, മേളം എന്നിവയുടെ അകമ്പടിയിൽ നടന്ന തേരെഴുന്നള്ളിപ്പ് ആവേശമായി. സന്ധ്യവേലയ്ക്ക് വിളക്കുവെക്കലോടെ ചടങ്ങുകൾ തുടങ്ങി. 2 കാളവേലയും പൂരവും ആഘോഷിക്കുന്ന ക്ഷേത്രമാണ് മുളയൻകാവ് ഭഗവതി ക്ഷേത്രം. മെയ് 11-ന് ക്ഷേത്രത്തിലെ വലിയ കാളവേലയും 12-ന് പൂരവും ആഘോഷിക്കും.
റമദാൻ കാലത്ത് മലപ്പുറം വണ്ടൂർ ചെട്ടിയാറുകാരുടെ രുചിപ്പെരുമയുടെ ആഘോഷമാണ് കപ്പത്തുറവി. എല്ലാ വർഷവും 25ാമത്തെ നോമ്പിന് ഈ വ്യത്യസ്ത സമൂഹ നോമ്പുതുറ സംഘടിപ്പിക്കും. വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിലെ യുവാക്കൾ ചേർന്ന് നോമ്പിലെ 25ാം ദിവസം 15 കിലോയിൽ തുടങ്ങി വെച്ചത് ഇന്നും ഒരാചാരം പോലെ തുടരുകയാണ്. ബാങ്കു വിളിച്ചാൽ റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലേക്ക് നാട്ടുകാർക്കൊപ്പം സമീപ പ്രദേശങ്ങളിലുള്ളവരും എത്തിച്ചേരും. ജാതി മത ഭേദമന്യേ പിന്നെ എല്ലാവരും കപ്പത്തുറവിയുടെ ഭാഗമാണ്. എല്ലാ വർഷവും 25ാമത്തെ നോമ്പിന് സംഘടിപ്പിക്കുന്ന ഈ വ്യത്യസ്ത സമൂഹ നോമ്പുതുറയുടെ ലക്ഷ്യം പ്രദേശത്തെ മതസൗഹാർദ്ദവും ഐക്യവും ഊട്ടിയുറപ്പിക്കലാണ്. ചെട്ടിയാർമല പ്രദേശത്ത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കപ്പത്തുറവി എന്ന പേരിൽ നടത്തി വരാറുള്ള ഈ ഒരു സമൂഹ നോമ്പുതുറ ഇന്ന് എല്ലാ വർഷവും 25ാമത്തെ നോമ്പിനാണ് നടത്തി വരാറുള്ളത്. ഞങ്ങൾ ഇതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലെ തുറവികളിൽ ബിരിയാണിയും മറ്റു നെയ്ച്ചോറ് പത്തിരി പൊറാട്ട ഇങ്ങനെ വിഭവങ്ങളാണ്. ഞങ്ങൾ അതിന് വ്യത്യസ്തമായിട്ട് ആദ്യം മുതലേ നടത്തി വരുന്നത് കപ്പ പൂളയും മിക്സ് ചെയ്തിട്ട് ഒരു 8ഓളം ചെമ്പുകളിൽ. ഇപ്പോൾ ഈ ഒരു പ്രാവശ്യം നമുക്ക് ഏകദേശം ഒരു 800-900 കിലോ ആയിട്ടാണ് ഇപ്പോൾ കപ്പയും ബീഫും കൂടിയിട്ട് വരുന്നത്. നോമ്പ് ആദ്യ 10 പിന്നിടുന്നതോടെ കപ്പതുറവിക്കായുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. സംഘാടകർ പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിലെത്തി മികച്ച ഇനം കപ്പ കണ്ടെത്തും. തുടർന്ന് കപ്പ മുഴുവനായി വാങ്ങുന്നതാണ് പതിവ്. ഇത്തവണ 5 ക്വിന്റൽ കപ്പയും 350 കിലോ പോത്തിറച്ചിയുമാണ് വിളമ്പിയത്. കപ്പ വെട്ടി കഷ്ണങ്ങളാക്കുന്നതും ഇറച്ചി മുറിക്കുന്നതുമെല്ലാം നാട്ടുകാർ തന്നെയാണ്. ഇത്തവണ ആദ്യമായി പ്രദേശത്തെ 500ഓളം വീടുകളിലെ സ്ത്രീകൾക്ക് വിഭവങ്ങൾ എത്തിച്ചു നൽകി. ന്യൂസ് 18 തിരൂർ. ഇന്ന് വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. തൃശൂരിൽ 50ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ BJPയിൽ ചേർന്നു എന്നുള്ളത്. ആ ചടങ്ങ് തൃശൂരിൽ നടക്കുന്നു. വേദിയിൽ പത്മജ വേണുഗോപാൽ സംസാരിക്കുകയാണ്. തത്സമയത്തിലേക്ക് വരാൻ തയ്യാറാണ്. കാരണം അവർക്കറിയാം ഞാൻ എൻ്റെ ഈ ഒരു സ്ഥാനം പോലും, ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പോകുന്നത് പോലും ഒരു മണ്ഡലം ബസ്സിന് വേണ്ടിയിട്ടാണ്, അറിയോ. അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ പോലും ഞാൻ അത്ര സത്യസന്ധമായി നിന്നെങ്കിൽ എനിക്കിനി അതും നാളെയും അതന്നെ ഞാൻ ചെയ്യുള്ളൂ. അതുകൊണ്ടായിരിക്കാം ഒന്നുമില്ലാത്ത എൻ്റെ കൂടെ ഇവരൊക്കെ ഇറങ്ങി വന്നത്. കാരണം ഞാൻ കൊടുത്തത് അവർക്ക് എൻ്റെ സ്നേഹമാണ്, എൻ്റെ മനസ്സാണ്, അല്ലാണ്ട് ഒന്നും വാരി കോരി കൊടുത്തിട്ടല്ല. ഞാൻ ആകെ ഒരു സഹായം എന്ന് പറയുന്ന മനുവിൻ്റെ കുട്ടിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ കൂടെ ഒരു സഹോദരിയായി കൂടെ നിന്ന് സഹായിച്ചു. അപ്പോൾ ആള് പറയണം എനിക്ക് രാഷ്ട്രീയം വേണ്ട, എനിക്ക് ചേച്ചി മതി. അപ്പം അങ്ങനൊരു ബന്ധം എനിക്ക് പലരുമായിട്ടും ഈ പാർട്ടിയിലുണ്ട്. പിന്നെ അച്ഛന് വേണ്ടി പലപ്പോഴും ആൾക്കാരെ വിളിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ ഞാനായിരുന്നു. ഓരോ കാര്യങ്ങൾ അച്ഛനെ ചെയ്തു തരും. അപ്പം അച്ഛൻ്റെ കളരിന്ന് പഠിച്ചുകൊണ്ട് അത്യാവശ്യം കള്ളത്തരം പഠിച്ചിട്ടുണ്ട്. കാരണം അച്ഛൻ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് അറിയാം, നമ്മൾ ആരും സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങളാണ് ചെയ്തു വയ്ക്കുക. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് പണികളും അറിയാം, നന്നായിട്ട് ജോലി ചെയ്യാനറിയാം, എവിടേക്ക് വേണമെങ്കിൽ പോകണം. ഞാൻ ഇപ്പോൾ ഇത്രയും ദിവസങ്ങളിൽ എനിക്ക് പറ്റാവുന്ന സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഇത് കൂടാണ്ട് എൻ്റെ ബന്ധങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ചെറിയ ചെറിയ കഴിവുകൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് എന്തായാലും ഇന്ന് എൻ്റെ അമ്മ മരിച്ച ദിവസമാണ്. അമ്മ മരിച്ച് 31 കൊല്ലമായി. അപ്പോൾ ഞാനെന്നും ഇവിടെ ബലിയിടും. ഞാൻ ഈ വീടിൻ്റെ കാര്യത്തിലൊന്നും പറയാറില്ല. ഇത് എൻ്റെ പിതാവ് എനിക്ക് തന്ന വീടാണ്. പക്ഷെ ഞാൻ നല്ല മനസ്സായതുകൊണ്ട് പറഞ്ഞു ചേട്ടനും എന്നും വന്ന് അമ്മയുടെ അടുത്ത് തൊഴുണ്ട്, ഈ വീട് ഞാൻ വിൽക്കാനൊന്നും പോകണില്ല. അപ്പോൾ അദ്ദേഹം വന്ന് തൊഴുതോട്ടെ ഉള്ളതുകൊണ്ട് ഞാൻ ഒപ്പിടിച്ചില്ല. അതെനിക്ക് പറ്റിയ തെറ്റാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കാരണം ഒരു സ്വത്ത് എന്ന് പറയുമ്പോൾ അച്ഛൻ പലപ്പോഴും പറഞ്ഞു മോളെ നിൻ്റെ പേരിൽ എഴുതിക്കോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് സെൻറ്റിമെൻറ്റ്സ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ വീട്, പക്ഷേ എനിക്ക് സങ്കടമില്ല കേട്ടോ. ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞല്ലോ ഇവിടെ ഒന്ന് താമസിക്കണേ താമസിച്ചോളൂ, ഒരു സങ്കടവും, ഞാൻ എൻ്റെ മുറി താമസിക്കും. താഴെ ചേട്ടനെ കാണാൻ കോൺഗ്രസ്സുകാർ വരും, എന്നെ കാണാൻ BJPക്കാർ വരും, അത്രേ വ്യത്യാസമുള്ളൂ. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരന് ഈ വീട്ടിലേക്ക് എപ്പോഴും വെൽക്കമാണ്. പക്ഷെ ഞാൻ BJPയും അദ്ദേഹം കോൺഗ്രസ്സും ആയിരിക്കും. പിന്നെ എനിക്കൊരു സന്തോഷമുണ്ട്, ഇതിലെന്തെങ്കിലും ഒരു അടി കൊണ്ടാ ആദ്യം വരുന്നത് അങ്ങോരായിരിക്കും കേട്ടോ ഈ വീട്ടിലേക്ക്, പിന്നെ ഞങ്ങൾ ഒന്നാവും. അപ്പോൾ പിന്നെ ആ പ്രശ്നം എനിക്ക്, അതുകൊണ്ട് ചേട്ടൻ പറയുന്ന കാര്യത്തിലൊന്നും എനിക്കൊരു വിഷമം തോന്നാറില്ല. കാരണം അദ്ദേഹം ഇങ്ങനെയാണ്, ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും അങ്ങ് പറയും, അത് കഴിഞ്ഞ് ആൾക്കെന്നെ സങ്കടം തോന്നി തിരിച്ചു വരും. അപ്പം ആളുടെ രാഷ്ട്രീയം വേറെ ആവട്ടെ, എൻ്റെ രാഷ്ട്രീയം വേറെ, എനിക്കെൻ്റെ പ്രസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അത് തന്നെയാണ് വലുത്. ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിനേക്കാളും കൂടുതൽ ഇപ്പോഴത്തെ നേതാക്കന്മാരുടെ
ഈ എന്താ പറയുക, ശരിക്കും പറയുകയാണെങ്കിൽ അവർ ചെയ്യുന്ന വൃത്തികേടുകളൊക്കെ പറഞ്ഞാൽ ഈ ഒറ്റ കോൺഗ്രസ്സുകാർ ഇനി അവരെ കൂടെ നിൽക്കില്ല. ആ രീതിയിലാണ് അവരിപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ മനസ്സും എടുത്തിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. ഞാൻ ഇത് വിട്ട് നാട് വിട്ട് പോയാലോ, കോൺഗ്രസിനെ പേടിച്ച് നാട് വിടാൻ ആലോചിച്ച ആളാണ് ഞാൻ. കാരണം ഇനി പോയാൽ ഇതേമാതിരി ചീത്ത കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി കോൺഗ്രസ്സിൽ നിന്നിട്ട് കോൺഗ്രസ്സുകാരെ എന്നെ ചീത്ത പറയുന്നുണ്ട്, പിന്നെ എന്തിനാ അപ്പം ഇനി വേറെ പാർട്ടി പോയിട്ട് കിട്ടിക്കോട്ടെ. അപ്പോൾ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, വെറുതെ എഴുതി സമയം കളയണ്ട. എനിക്ക് നല്ല തൊലിക്കെട്ടിയൊക്കെ കാര്യത്തില്ല. കാരണം കുട്ടിക്കാലം മുതൽ എൻ്റെ പിതാവിൻ്റെ കൂടെ നിന്ന് അച്ഛൻ പല കൊലക്കേസുകളിൽ പ്രതി, ഇത് ഞങ്ങൾക്ക് കോളേജിൽ പോകാൻ പറ്റിയില്ല. ഞാൻ അന്നും കോളേജിൽ പോയിരുന്നു കേട്ടോ. എല്ലാ സമയത്തും എനിക്കൊരു കോളേജിൽ പോകാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വെറുതെ സമയം കളയണ്ട. എനിക്ക് ഒന്നെന്ന് വരെ ഞാൻ എല്ലാം വളരെ ജോളി ഏറ്റെടുക്കുന്ന ആളാണ്. എന്താ പറയണ്ടേ, കുറ്റം പറഞ്ഞാലും എൻ്റെ പിതാവ് ഒരു വാക്ക് പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പറ്റി നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും നമ്മളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണം, എന്നാലേ നമ്മൾ ജനശ്രദ്ധയിൽ നിൽക്കുള്ളൂ. അത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എന്നെപ്പറ്റിയുള്ള നെഗറ്റീവ് നിർത്തരുതേ എന്നൊരു അപേക്ഷയുണ്ട്. എന്തായാലും വന്ന എല്ലാവർക്കും, ഇവരൊന്നും പാർട്ടി പ്രവർത്തകരല്ല, എൻ്റെ സഹോദരന്മാരാണ് വന്നിട്ടുള്ളത്. ആരും മോശക്കാരൊന്നല്ല. മുൻമണ്ഡല പ്രസിഡന്റ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അവരൊക്കെ ഉണ്ട്. പത്മജ വേണുഗോപാൽ സംസാരിക്കുകയായിരുന്നു. തൃശൂരിൽ 50ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് BJPയിൽ ചേർന്നത്. അംഗത്വം സ്വീകരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പത്മജ വേണുഗോപാൽ. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തകളിലേക്ക്. അമ്പലപ്പുഴയിൽ ഓട നിർമ്മാണത്തിനായി റോഡ് പൊളിച്ച് 3 മാസം പിന്നിട്ടിട്ടും ഓട യാഥാർത്ഥ്യമായില്ല. നടക്കാൻ പോലും കഴിയാതെ ദുരിതത്തിലായിരിക്കുകയാണ് നാട്ടുകാർ. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ. SN കവല, കഞ്ഞിപ്പാടം, ഇജാബ റോഡുകളെ ബന്ധിപ്പിക്കുന്ന റോഡിനാണ് ഈ ദുരവസ്ഥ. കഴിഞ്ഞ കുറേ വർഷമായി തകർന്നു കിടക്കുന്ന റോഡിന്റെ നവീകരണത്തിന്റെ ഭാഗമായാണ് ഓട നിർമ്മാണം തുടങ്ങിയത്. 3 മാസം മുൻപ് ഓട നിർമ്മിക്കാനായി റോഡ് പൊളിച്ചപ്പോൾ പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം വൻതോതിൽ ദിവസങ്ങളോളം പാഴായിരുന്നു. ഇതോടെ ഓട നിർമ്മാണവും നിലച്ചു. ഇപ്പോൾ കാൽനട യാത്ര പോലും ചെയ്യാൻ കഴിയാത്ത തരത്തിലായി റോഡ്. ആൾക്കാർക്ക് വണ്ടി നന്നായിട്ട് പോകാൻ വയ്യാത്ത അവസ്ഥയിലാണ്. മഴ പെയ്താൽ അതിൻ്റെ ബുദ്ധിമുട്ട്. അല്ലാതെ റോഡും കുണ്ടും കുഴിയായിട്ട് 7-8 വർഷങ്ങളായി ഒരു ജനപ്രതിനിധികളും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് കഴിഞ്ഞ് 3 മാസമായിട്ട് ഇവിടെ കാണയ്ക്ക് വേണ്ടി വെട്ടാൻ പോകണമെന്ന് പറഞ്ഞ് വെട്ടിയിട്ട് 10-15 മീറ്റർ വെട്ടിയിട്ട് അവിടെ കുഴിച്ചിട്ടിട്ട് പോയിട്ട് ഇതുവരെയും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു വീട്, ഈ വീട് കാണാം, അവർ താമസിച്ചിട്ട് 2-3 മാസമേ ആയിട്ടുള്ളൂ. അതിനിടയ്ക്കാണ് ഇത് വെട്ടിപ്പൊളിച്ചത്. അത് ഇവിടെ ഗർഭിണിയായ ഒരു സ്ത്രീയുണ്ട്, കുട്ടികളുണ്ട്. അവർക്ക് വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ്. രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ ഇരുചക്ര വാഹനക്കാരും കാൽനടയാത്രക്കാരും കുഴിയിൽ വീണ് പരിക്കേൽക്കുന്നത് നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു. വീട്ടിൽ നിന്ന് വെളിയിലോട്ട് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ പെട്ടെന്നൊന്ന് പോകേണ്ടി വന്നാൽ നമ്മൾ വണ്ടിയിലോട്ട്, എനിക്ക് അടുത്ത മാസം ഡേറ്റ് ആണ്. അത്രയും ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ. 3 മാസം ഇങ്ങനെ ചെയ്തിട്ടിട്ട് വിളിക്കുമ്പോൾ ചെയ്യാന്ന് പറയുന്നതല്ലാതെ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പിന്നെ വെള്ളത്തിന്റെ റെഡിയാക്കി, പക്ഷെ റോഡിന്റെ ഒന്നും ചെയ്തിട്ടില്ല.
സമീപത്തെ നിലം നികത്താൻ നാട്ടുകാർ അനുവദിച്ചാലേ ഓട നിർമ്മാണം പുനരാരംഭിക്കൂ എന്നാണ് പഞ്ചായത്തിന്റെ നിലപാടെന്നും ആരോപണമുണ്ട്. പിന്നെ ഓട്ടോയ്ക്ക് വരാൻ വയ്യാത്ത അവസ്ഥ, അതുപോലെ തന്നെ മദ്രസ വിദ്യാർത്ഥികൾ, അതും 350 കുട്ടികളുണ്ട്. ഇതെല്ലാം യാതന അനുഭവിക്കുകയാണ് രക്ഷകർത്താക്കൾ, ഈ കുട്ടികളും. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഒരു അടിയന്തര നടപടി എടുത്തില്ലെങ്കിൽ ഇതിന് ശക്തമായ തിരിച്ചടി ഇവിടുത്തെ ജനങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്ക് തരും എന്ന് അതിന് യാതൊരു തർക്കവുമില്ല. മസ്ജിദും മദ്രസയും സ്കൂളുമൊക്കെയുള്ള ഈ പ്രദേശത്ത് ഏക യാത്രാമാർഗമാണിത്. ഓടയ്ക്ക് വേണ്ടി റോഡ് പൊളിച്ചിട്ടിരിക്കുന്നതിനാൽ സമീപത്തെ ഒരു കുടുംബത്തിന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും കഴിയാത്ത സ്ഥിതിയാണ്. യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാണ് തീരുമാനം. ന്യൂസ് 18 അമ്പലപ്പുഴ.